മറ്റേ ഹായ് ഫ്രണ്ട്സ്, ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നില്ല. ഞാനും അമ്മയും വാവയും കൂടി പോവുകയാണ്. ഓട്ടോറിക്ഷയിലാണ് പോണത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ നിങ്ങളാണ് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് പറയുന്നത്. നിങ്ങൾക്കൊന്നും കാണുന്നില്ല എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങളൊന്ന് ഫിറ്റ് ചെയ്യട്ടെ. ഇവിടെ ഫിറ്റ് ചെയ്യാം കേട്ടോ. ഇതാണ് ഇന്നത്തെ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. ഇതെനിക്ക് ബർത്ത്ഡേക്ക് അഖിലമാമൻ ഗിഫ്റ്റ് തന്നാണ്. ഈ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നാണ്. പിന്നെ ഞാൻ ഒരു ബാഗ് കൂടി എടുത്തിട്ടുണ്ട്. ഒരു സ്റ്റൈലായിട്ട് ഇത് വെച്ച് ഒരു ബാഗ് കൂടി എടുത്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിത് കൊല്ലത്ത് ബഡ ബസാറിലെത്തി. ബഡ ബസാറിൽ നിന്ന് കേട്ടോ സാധനങ്ങളൊക്കെ മേടിച്ചത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ബഡ ബസാറിൽ പോകുന്നത്. മിമ്മൂസ് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തതാട്ടോ ബഡ ബസാറിൽ പോകാൻ. ഓരോരോ വീഡിയോസൊക്കെ കണ്ടിട്ട് പറയുന്നതാണ് അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും. അങ്ങനെ കൊണ്ടുപോയതാണ് കേട്ടോ അവിടെ. പക്ഷെ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. നല്ല ഹൈറ്റുള്ള ക്രിസ്മസ് ട്രീ, ചെറുത് തൊട്ട് നല്ല ഹൈറ്റുള്ള ക്രിസ്മസ് ട്രീ വരെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സ്നോ ടച്ച് വരുന്ന ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. മിമ്മൂസിന് ഏത് എടുക്കണമെന്ന് ശരിക്കും കൺഫ്യൂഷനായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് നമ്മളൊരു ഒത്തിരി വലുതും അല്ല ഒത്തിരി ചെറുതും അല്ലാത്തൊരു സൈസിലുള്ള ക്രിസ്മസ് ട്രീ ആണ് എടുത്തത്. മിമ്മൂസ് ഇപ്പോൾ കൈ പിടിച്ചേക്കുന്ന ക്രിസ്മസ് ട്രീ ആണോ? അതെ, ഇതുണ്ട്. ഇപ്പം മിമ്മൂസ് കയ്യിലെടുത്തേക്കുന്ന ക്രിസ്മസ് ട്രീ തന്നെയാണ് നമ്മൾ എടുത്തത്. പിന്നെ അതിന് ശേഷം ശരിക്കും അത് കൺഫ്യൂഷൻ കേട്ടോ. അത് കൺഫേം ചെയ്തിട്ട് വീണ്ടും പോയിട്ട് അതിൽ തൊടുന്നതാണ്. എന്നിട്ട് ലാസ്റ്റ് അത് തന്നെ കൺഫേം ചെയ്തു. അതവർക്ക് ശരിക്കും ഇഷ്ടമായി. എന്നിട്ട് പിന്നെ അകത്തേക്ക് കയറി അതിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ബെൽസും ബോൾസും അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇങ്ങനെ ഏത് ഭംഗിയുള്ളത് നോക്കിയാണ് എടുക്കുന്നത്. ഏത് ഇട്ടാലാണ് ഭംഗി വരിക എന്ന് നോക്കിയെടുക്കുകയാണ്. പിന്നെ ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മൾ ചെന്നപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലേറ്റായിട്ടാണ് ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയത്. കാരണം ഇടയ്ക്ക് കുറേ യാത്രകളും എറണാകുളം, ട്രിവാൻഡ്രം അങ്ങനെ മാറി മാറി കുറേ യാത്രകളും ഷൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് നേരത്തെ ഒന്നും സെറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് ക്രിസ്മസ് ട്രീ ആണ്. അതുമല്ല, ആദ്യമായിട്ടാണ് നമ്മൾ ക്രിസ്മസ് ട്രീ വീട്ടിൽ വയ്ക്കുന്നത്. നമ്മൾ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഈ പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ കച്ചി വെച്ചിട്ട് തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അല്ലാതെ ക്രിസ്മസ് ട്രീ ഒന്നും നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടില്ല. അത് നമ്മളല്ലാതെ ഓരോ ഷോപ്പുകളിലും അല്ലാതെ മോൾസിലൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടേ ഉള്ളൂ. പിന്നെ വീഡിയോസിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ മിമ്മൂസിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ അതേ കടയിലെ കുറേ ചേച്ചിമാർ വന്നിട്ട് മിമ്മൂസിനെ ബമ്പർച്ചിരിയിലും മണിമുത്തിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എൻ്റെ ആ ചേച്ചി തന്നെ പോയിട്ട് സാധനങ്ങളൊക്കെ എടുക്കാൻ ഹെൽപ്പ് ചെയ്തു മിമ്മൂസിനെ. കുറേ വെറൈറ്റീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓരോരോ സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. എന്നിട്ട് വേറെ ചേച്ചിമാരൊക്കെ അതേ വന്നിട്ട് ഷേക്ക് ഹാൻഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. വില്ലത്തി ആണെങ്കിൽ നേരിട്ട് പാവാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. സീരിയലിൽ വില്ലത്തിയായിട്ട് ചെയ്താൽ നേരിട്ട് പാവാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതേ ഒരു പുൽക്കൂട് നോക്കി. പുൽക്കൂട് പക്ഷേ മിമ്മൂസിന് ഒരു ഹാഫ് മൈൻഡായിരുന്നു. ആദ്യം വേണമെന്ന് പറഞ്ഞു, പിന്നെ വേണ്ടെന്ന് പറഞ്ഞു. അത് എൻ്റെ 2 കുട്ടി ഫാൻസ് വന്ന് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് മിമ്മൂസ് അവിടെ നിന്ന് ഫോട്ടോ എടുത്തപ്പോഴാണ് അവിടെ ഈ സാൻഡൽസൊക്കെ അടുക്കി വെച്ചേക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ വീട്ടിലിടാനൊരു സാൻഡൽ അവിടെ നിന്ന് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇതേ ബില്ലിടാൻ വന്നു. മിമ്മൂസ് എന്തൊക്കെയോ പറയാം. അപ്പോൾ അവിടെ ഫുൾ അവർ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് വരാൻ സാധ്യത കൂടുതലല്ലേ. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് വോയിസ് കൊടുക്കുന്നത്. മിമ്മൂസ് അപ്പോഴുള്ള വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ അപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു ഓരോ വിശേഷങ്ങൾ. പക്ഷേ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരുന്നത് കൊണ്ട് നമ്മൾ അതെല്ലാം മ്യൂട്ട് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഷോപ്പിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് ഒരു ജ്യൂസൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറിൽ കൂടുതലെടുത്തു നമ്മൾ കൊല്ലത്തുനിന്ന് വീട്ടിലേക്ക് എത്താൻ. ആകെ 4-5 കിലോമീറ്ററേ ഉള്ളൂ ടൗണിലേക്ക് പോകാനായിട്ട്. മിമ്മൂസ് എന്നിട്ട് ഇരുന്ന് എന്തൊക്കെയോ പറയാം. കാർ എടുത്തില്ല കേട്ടോ. ഇപ്പം ഇങ്ങനെയൊക്കെ പോകുമ്പോൾ രാത്രി അവിടെ പാർക്കിങ്ങിൻ്റെ പ്രശ്നമൊക്കെ വരും. നമ്മളങ്ങ് ഉള്ളിലേക്ക് ഒരുപാട് ടൗണിൽ ചെന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ അവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് പോയില്ല. അങ്ങനെ ഓട്ടോയിൽ തന്നെയാണ് പോയത്. അതാകുമ്പോൾ നമ്മൾ പോയിട്ട് ആ പയ്യൻ തന്നെ നമ്മളെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടും. നമ്മുടെ നെയ്ബർ തന്നെയാണ് ഉള്ളത്.
അപ്പം നമുക്ക് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഓട്ടോ കൂടി ആയതുകൊണ്ട് നമ്മളെപ്പോഴും പുള്ളിയുടെ ഓട്ടോയിൽ തന്നെയാണ് പോകുന്നത്. അത് കഴിഞ്ഞത് വീട്ടിലെത്തിയപ്പോൾ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടി ക്രിസ്മസ് പപ്പയായിട്ട് തൊപ്പിയും സ്റ്റിക്കും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നും വരും, എന്നിപ്പോൾ ഒരു അടുപ്പിച്ച് 3-4 ദിവസമായിട്ട് സന്ധ്യ സമയമാകുമ്പോഴേക്കും ഇങ്ങനെ വരും. ഇങ്ങനെ വന്ന് കുറച്ച് ഡാൻസൊക്കെ കളിച്ച് മിമ്മൂസിന് ഇഷ്ടപ്പെട്ട മിമ്മൂസ് ഇറങ്ങി പോകത്തുള്ളൂ. അന്ന് മിമ്മൂസ് അത്ര ഇറങ്ങിയില്ല. മിമ്മു അന്ന് അകത്ത് തന്നെ നിന്ന് നോക്കുമായിരുന്നു, അവൾ ഇറങ്ങിയില്ല. നമുക്ക് എന്തോ ഒരു ഡാൻസ് ഒന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു. പക്ഷേ അതിൻ്റെ തലേ ദിവസം വന്ന കുറേ കുട്ടികൾ ചേർന്ന് വന്ന് നല്ല രസമായിരുന്നു. നല്ല ഭംഗിയായിട്ട് ഡാൻസൊക്കെ കളിച്ച് അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. മിമ്മൂസും പോയി ഡാൻസൊക്കെ കളിച്ചു, നല്ല രസമായിട്ട് പോയി. മിമ്മൂസിന് ഇങ്ങനെ കരോത്സവം, ഇങ്ങനെ ഈ ക്രിസ്മസ് പപ്പ വീട്ടിൽ വരുന്നത് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് മിമ്മൂസിന് പാട്ടും ഒന്നും അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പം അത് കഴിഞ്ഞ് പിന്നെ അത് ഡെക്കറേഷനിലേക്ക് കിടന്നു. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ കാത്തിരിപ്പിന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നമ്മൾ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അല്ല ഫ്രണ്ട്സ്, നമ്മൾ ക്രിസ്മസ് ട്രീ നൂത്ത് വെച്ചാൽ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ക്രിസ്മസ് ട്രീ തയ്യാറാക്കുന്ന ഒരു സ്റ്റെപ്പിലേക്ക് വന്നു. ഞാൻ നിങ്ങൾക്ക് ക്രിസ്മസ് ട്രീ ഒന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. കുറച്ച് സൈഡിൽ പറഞ്ഞാണ് ക്രിസ്മസ് ഒന്നും ആയിപ്പോയി. ക്രിസ്മസ് ട്രീ ഇതാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇത് നമ്മൾക്ക് കടയിൽ നിന്ന് അവർ ഫോൾഡ് ചെയ്താണ് തന്നത്. നമ്മൾ വീട്ടിൽ നിന്നാണ് നിവർത്തിയത്. റിയൽ പോലെ എനിക്കൊക്കെ തോന്നി കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ വരുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഇതെങ്ങനെയാവുന്നൊന്നും അറിയില്ല. കണ്ടോ, ഇതിൻ്റെ മുകളിൽ ഒരു കുന്നു പോലെ ഇരിപ്പുണ്ട്. ക്രിസ്മസ് പപ്പ ഇവിടെ വെച്ചാൽ നമ്മൾ ആ ഒരു സാധനം വാങ്ങിക്കാൻ മറന്നുപോയി അല്ലേ? അത് വാവയാണ് മിമ്മൂസ്, അമ്മയല്ല കേട്ടോ. വാവയെ ലാസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ. വാവയെന്ന് പറഞ്ഞോണ്ട് അവൾ അനങ്ങാത്ത. ഞാനെങ്ങാനും കുഴപ്പമില്ല, ചേച്ചിയെ ഇതെന്തായാലും തികയൂല. നമുക്ക് ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇതിന് നമുക്ക് മറ്റേ ഇല്ല പുള്ളിയുടെ സുജയുടെ ഫ്രണ്ടിന്റെ കടയിൽ പോയിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടാവാതിരിക്കൂല. പക്ഷെ കാശ് വന്നായിരുന്നു, വന്നില്ല. അവൻ വന്നു കാണോ ഇല്ല? അവനോട് കൊടുത്തിട്ട് വരാൻ പറയായിരുന്നു. കാശ് ചേട്ടനോട് വിളിച്ച് പറയാം. ഇത് രണ്ടാളും കൂടെ ക്രിസ്മസ് പപ്പയൊക്കെ എങ്ങോട്ടോ നോക്കി നിക്കുക. കുഴപ്പമില്ല, ഇതെല്ലാം ബിമ്മൂസ് ഫുള്ള് ബാക്കിലാണ് ഇടുന്നത്, ഫ്രണ്ടിലേക്ക് ഒന്നും ഇടുന്നില്ല. ഫ്രണ്ടിലോട്ട് ഇട്, ഫ്രണ്ടല്ലേ കാണുന്നത്. ബിമ്മൂസ് ചളി അടിക്കാതെ ചെയ്തേ. വളുപ്പ. അയ്യോ, ആരും തെറ്റിദ്ധരിക്കരുത്, അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഉച്ച കേൾക്കുന്നത്. മറ്റേത് കോപ്പിറൈറ്റ് വരുമെന്നൊരു ഡൗട്ട്. അപ്പുറത്തെ വീട്ടില് ഫാൻ ഇട്ട പക്ഷെ അധികം സൗണ്ട് കേൾക്കത്തില്ല എന്ന് തോന്നുന്നല്ലേ. ഇതിപ്പോ മറ്റേ അപ്പുറത്തെ പുള്ളിയുടെ സൗണ്ടും വരും. മിമ്മൂസ് എഴുന്നേറ്റ് നിന്നതിന് ഇത് ഞാൻ ഇങ്ങനെ വലിയ കാര്യത്തിൽ വാങ്ങിച്ചാണ്. ഹീൽസ് ഒക്കെ എടുക്കുക, ചെരുപ്പ്. എന്താ മിമ്മു തലയില് സ്പ്രിങ്ങോ? പക്ഷെ വാവിക്ക് കൊടുക്കാൻ ഒരെണ്ണം ഉണ്ടായിരുന്നു, എവിടെയാന്ന് അറിയത്തില്ല. കഴിഞ്ഞ വർഷത്തെ. മിമ്മു എല്ലാം ഒരു സ്നേഹത്തോടെ ചെയ്യ. നീ എന്താ ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നേ? സന്തോഷം. ആദ്യമായിട്ടല്ലേ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ കുഞ്ഞില് ഞങ്ങള് പുൽക്കൂട് ഉണ്ടാക്കുമായിരുന്നു. ക്രിസ്മസ് ട്രീ ഒന്നുമില്ല. അല്ല, അന്ന് ഞങ്ങള് ക്രിസ്മസ് ട്രീ ഞങ്ങൾക്ക് വാങ്ങിച്ചത്. ആ, ഇപ്പൊ ഉണ്ട്. ഇന്ന് ഞങ്ങള് വിചാരിച്ചത് കൊണ്ട്. താഴെ ഒന്നും ഇടാനില്ലല്ലോ അല്ലേ? ബോൾസ് ഉണ്ട്, റെഡ് ബോൾസ് ഉണ്ട്. റെഡ് ബോൾസ് കുറച്ചുകൂടെ ഉള്ളൂ. ബാക്ക് പിന്നെ നോക്കിയാ വേണ്ട, ബാക്കിലൊന്നുമില്ല. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇത് തികയൂലെന്ന്.
ഈ ബോൾസ് ഒരു പാക്കറ്റ് കൂടി വാങ്ങിച്ചാലും മതിയായിരുന്നു. ഫ്രണ്ട്സ് പണി പാളി. എനിക്ക് അറിയത്തില്ലായിരുന്നു. അവിടെ ഒരു ബോൾ കിടക്കുന്നു, അതും കൂടെ എടുക്കും. പണി പാളി കിട്ടോ. ബോൾ നമ്മള് അകത്ത് അങ്ങിയമ്മാമ്മയുടെ ഒക്കെ ബഹളം കാരണം പുറത്ത് വന്നത്. അപ്പൊ എല്ലാരും ഡോറിന്റെ അടുത്ത് വന്നു ബഹളം ഉണ്ടാക്കുക. അവിടെ ബേബിനെ തമ്പിച്ചതിനെ വീഡിയോ കോൾ വിളിക്കുന്ന ഈ ഫ്രണ്ടിലിടും മിമ്മൂസേത ഇവിടെ. അതിന്റെ അല്ല അതിന്റെ താഴെ അല്ല താഴെ അതില് ആരും പേടിക്കേണ്ടത് ഞങ്ങളെ വീട്ടിലെ സ്വന്തം ആൾക്കാരുടെ സൗണ്ട്. എന്താ ബെൽസും കഴിഞ്ഞു. ബെൽസിന് പറഞ്ഞ ആ ഇടയ്ക്ക് ഒരെണ്ണം ഗ്യാപ്പില്ലേ മിമ്മു, അതിലിട്. അവിടെ കോൺഫറൻസ് കോളാ. അകത്തുള്ള ഒരു സൗണ്ട് കുറച്ച് സംസാരിക്ക്, ഞങ്ങള് വീഡിയോ എടുക്കുക. ഇപ്പൊ കേക്കും. തീർന്നല്ലേ? തീർന്നു. ഇനി ഈ ലൈറ്റ് ഇട്ടോ. ഫ്രണ്ട്സ് നമ്മുടെ ക്രിസ്മസ് ഡേ ഒരു രസം. ഈ പച്ച എവിടെ ഇരുന്നിട്ട് അറിയാൻ വയ്യല്ലേ? രസമില്ലായിക്കൊന്നുമില്ല, രസമൊക്കെ ഉണ്ട്, നല്ല ഭംഗിയൊക്കെ ഉണ്ട്, മോളുണ്ട്. രസമുണ്ട്. ഓ വാവ്. പക്ഷെ ഗിഫ്റ്റ്സിന്റെ ഇതൊക്കെ ഉണ്ടായിരുന്നേ കുറച്ചുകൂടി. കുറച്ചുകൂടെ നല്ലായിരുന്നു. പക്ഷെ കൊള്ളാം. ഇവള് ഭാവയാ പഠിപ്പിക്കണം പിള്ളേരെ. അതിന്റെ ട്യൂഷൻ കഴിഞ്ഞിട്ടല്ലേ വന്നേ? അല്ല വാവയ്ക്ക് എന്നാലും ടെൻഷൻ ഉണ്ടാവും. ഞാനാ മറന്നുപോയത്. ഈ അമ്മയുടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ അമ്മയുടെ സ്ഥിര സ്വഭാവം എവിടെ ചെന്നാലും അയ്യോ മറന്നു പോയി ആർക്കും ഉണ്ടാവില്ല. ഇപ്പൊ മനസ്സിലായല്ലോ എല്ലാവർക്കും സ്വഭാവം. ഇവിടെ ഭയങ്കര പാർഷ്യാലിറ്റിയാ. വാവയും ബേബി എന്ത് ചെയ്താലും അവൾക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എന്റെ ഭാഗത്തു നിന്ന് എന്തേലും ഉണ്ടായ സുധി മിക്കവാറും അവളത് പൊട്ടിക്കല്ലേ. അത് മേടിച്ചോ? അത് കത്തൂല പൊട്ടിച്ചു കഴിഞ്ഞാല്. വലിഞ്ഞു പോകും ചിലപ്പോ. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? ബാക്ക് ആരും കാണത്തില്ലല്ലോ, അല്ലേ കാണുന്നു. ഹെൽപ്പ് ചെയ്യണോ ഞാൻ ഈ വയറിടാൻ? വേണ്ടി വരും. എന്നാ ക്യാമറ പിടിച്ചോ, ഓഫ് ചെയ്തിട്ട് പിടിച്ചാ മതി. അപ്പൊ ഫ്രണ്ട് നമ്മള് വെളിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുത്ത് അകത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. അത് നമ്മൾ ഇതിനെ ലൈറ്റ് ഇട്ട് നോക്കാട്ട് എന്താവുന്നൊന്നും അറിയത്തില്ല. കഥ കടുത്തോ? 1 സെക്കൻഡ്. അപ്പൊ 1 സെക്കൻഡ്. മിമോസിന്റെ കുട്ടി ക്രിസ്മസ് ട്രീ. നമ്മൾ ഫസ്റ്റ് ടൈം ആണ് നമുക്ക് ഇത്രയെങ്കിലും ഒപ്പിക്കാൻ പറ്റിയതിൽ നല്ല സന്തോഷം. ഷോപ്പിലൊന്നും ഒന്നുമില്ലായിരുന്നു ചെന്നിട്ട്. എല്ലാം ക്രിസ്മസ് എല്ലാരും വന്ന് അവിടെ എടുക്കുന്നു ഇവിടെ എടുക്കുന്നു എല്ലാം കഴിഞ്ഞു കേട്ടോ. നമ്മൾ കുറച്ച് നേരത്തെ വന്നു. അടുത്ത ക്രിസ്മസ് നമുക്ക് ഇതിലും കുറച്ചുകൂടി വലുത് അങ്ങനെ അടിപൊളിയാണ് കേട്ടോ. ഇത് നമ്മള് ഫസ്റ്റ് ടൈം ആണ്. ലൈറ്റ് കിട്ടുമ്പോൾ ആ ലൈറ്റ് ഇപ്പറ ഫസ്റ്റ് സ്വിച്ച്. പക്ഷെ ലൈറ്റ് ഇടുന്നതിനെക്കാളും ലൈറ്റ് ഓഫ് ചെയ്തപ്പോ ഒരു അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ നമ്മുടെ ക്രിസ്മസ് ട്രീ. മൊത്തത്തിൽ ഒരു കളറായിരുന്നു നമ്മുടെ ക്രിസ്മസ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഇനി എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.